അച്ഛൻ കുഞ്ഞിനെ ഒരു കാശ് രൂപ കൊടുത്തിട്ട് ഒന്നും കുഴപ്പമില്ല, മോള് പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഇവിടുന്ന് കുഞ്ഞിനെയും കൈ പിടിച്ചുകൊണ്ട് ഇതുപോലെ ആളിനിടയിലൂടെ ഞാൻ ആ ഭാഗത്തെത്തിയപ്പോൾ വീണ്ടും ആദ്യത്തേതുപോലെ തന്നെ വളരെ മനോഹരമായി മുല്ലപ്പൂവിൻ്റെ സുഗന്ധം. പ്രിയപ്പെട്ടവരെ, അന്ന് എൻ്റെ ജീവിതത്തിൽ 2022 മുതൽ വന്നുവെങ്കിലും മാതാവ് എന്നെ തൊട്ടു എന്ന് ഞാൻ വളരെ വിശ്വാസത്തോടു കൂടി പറയുന്നു. ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നതിന് ശേഷം 8-ാം തീയതി ഞാൻ ഓപ്പറേഷന് പോയില്ല. വീട്ടിൽ ചില വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധികളും മറ്റ് ചില ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നൊരവസ്ഥയായിരുന്നു. 15-ാം തീയതിയോട് കൂടി ഞാൻ കുഞ്ഞിനെയും കൊണ്ട് മറ്റൊരാവശ്യത്തിന് പാലാ മാർസ്ലിയ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഓപ്പറേഷൻ പറഞ്ഞിരുന്ന കുട്ടിയാണ്, അതുകൊണ്ട് മരുന്ന് കൊടുക്കുന്നതിനെക്കുറിച്ച്. ഡോക്ടർ പറഞ്ഞു, നമുക്ക് കുഞ്ഞിൻ്റെ തല സ്കാൻ ചെയ്തതിന് ശേഷം മറ്റേ ബുദ്ധിമുട്ടിന് മരുന്ന് കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞ് ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് ആ പേപ്പറും കൊണ്ടുവന്ന് എന്നെ അകത്തേക്ക് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് ആരാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ 9 ഹോസ്പിറ്റലുകളിൽ പോയതിന് ശേഷമാണ് ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയത്. അവിടെ നിന്നാണ് എനിക്ക് ഓപ്പറേഷന് ഡേറ്റ് തന്നിരിക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആ ഡോക്ടർ പറയാണ്, ഈ കുഞ്ഞിന് ചെവിയിലോ മൂക്കിലോ അങ്ങനെ നിങ്ങൾ പറഞ്ഞ അസുഖത്തിൻ്റെ യാതൊരു ലക്ഷണങ്ങളുമില്ല, ഇവൾക്ക് ഒരു ഓപ്പറേഷനും അസുഖവും ഒന്നുമില്ല, ഇവൾക്കൊരു പനിയുടെ മരുന്ന് പോലും നിങ്ങൾ കൊടുക്കണ്ട.